Pearlini-ആണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Vansley, you know me. Preetu, hi. JP Calicut. പേർലി മാനിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻ ദാസ്. പേർലി മാനിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടില് വേറെ വേറെ ആളായിരുന്നു. പേർലി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേർലി പറയുന്നത്. നമ്മൾ ഈ ഡീഫ ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എൻറ്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേർലിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷുമായിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ അലേട്ടനെ മൂന്നി പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിലെ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യോറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേർലി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അകത്ത് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പേർലി മാനിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. പുറത്ത് വരുമ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇത് നമ്മുടെ പേർളിമണിയെ കുറിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രഞ്ജിനി ഹരിദാസ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് പേർളിമണി ഫേക്ക് ആണെന്നുള്ളതും അവൾക്ക് പല പല സ്വഭാവങ്ങളും പല പല ക്യാരക്ടേഴ്സും ആണ് പല സമയത്ത് ഉണ്ടാകുന്നത്. വെളിയിൽ കാണുന്ന പേർളിമണി ഈസ് ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ആയിരുന്നു രഞ്ജിനി ഹരിദാസിന്. അതായത് കുശുമ്പ് കൊണ്ടാണെന്നും രഞ്ജിനിക്ക് ഇത് കിട്ടാത്ത കൊണ്ടാണെന്നും അങ്ങനെയാണെന്നും ഔട്ട് ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ. പക്ഷെ ഇന്ന് ഈ വീഡിയോ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ രഞ്ജിനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വ്യക്തി മെറീന മൈക്കിൾ എന്ന് പറയുന്നത്. മെറീന മൈക്കിൾ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫംഗ്ഷന് വന്നപ്പോഴത്തേക്ക്, ഒരു ഫംഗ്ഷൻ ഫ്ലവേഴ്സിലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ മെറീന മൈക്കിൾ ആണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പേർളിമണി പിന്മാറുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോൺട്രവേഴ്സി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പേർളിമണി പിന്മാറിയ കാര്യങ്ങളും അപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷം കുറച്ച് എയറിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ മെറീനയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു. അപ്പോൾ പേർളിമണി മെറീനയെ വിളിച്ചിട്ട് പറയാം, താൻ ജീവിച്ചിരിപ്പുണ്ടോ, നീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പല 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 ആൾക്കാർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആരും ഇവരെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞവരെ സപ്പോർട്ട് ചെയ്യാതെ എല്ലാവരും പേർളിമണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അത് ശരിക്കും അങ്ങ് മാറി. ഫുൾ എല്ലാവരും പേർളിമണിക്കെതിരായിട്ട് എല്ലാവരും പേർളിമണിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പേർളിമണിയുടെ യൂട്യൂബിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 47 ലക്ഷത്തിൽ നിന്ന് 46.1 ആകുകയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 5.8 എന്ന് പറയുന്ന 5.3 കുറയുകയും ചെയ്തു. അതൊരു വളരെയധികം വലിയൊരു, നമുക്കൊക്കെ ആണെങ്കിൽ 1 ലക്ഷം പോലും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. സോ ആ ഒരു 1 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 1 ലക്ഷം അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. നമ്മൾക്കിപ്പോൾ പേർളിമണീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, കാരണം ഓൾറെഡി ഒരു ഫെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ എങ്കിൽ കൂടിയും ഒത്തിരി ഫെയിമുള്ള ആൾക്കാർക്കും യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പോലും പേർളിമണിയുടെ അത്രയും അധികം സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഇത്രയും നഷ്ടമായിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, നമ്മൾ അവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കുവാണെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ വ്യൂസ് നോക്കുവാണെങ്കിൽ ഈ 16-17 മണിക്കൂറുകൾക്ക് മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് 87K വ്യൂസ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ താഴോട്ടൊക്കെ ഉള്ളത് നോക്കുവാണെങ്കിൽ 10, പിന്നെ 12, 9 ഒക്കെയാണ്. അപ്പം ഏറ്റവും കുറവ് അവർക്ക് കിട്ടിയിരിക്കുന്നത് 3 ലക്ഷമാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 87K എന്ന് പറയുമ്പോൾ അവരുടെ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവായിട്ടുള്ളൊരു വ്യൂസാണ്. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലൊക്കെ അത് വളരെ വലിയ, നമുക്കത് കിട്ടാറ് പോലും ഇല്ല. നമ്മുടെ അക്കൗണ്ടിലൊക്കെ വരുവാണെങ്കിൽ അത് വലിയ ഒരു വ്യൂസ് തന്നെയാണ്. പക്ഷേ അക്കോർഡിംഗ് ടു പേർളിമണി എന്ന് പറയുമ്പം അത് വളരെ കുറവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്.
അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എയറിൽ കയറുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ദിയ എയറിൽ കയറുന്നത്. കാരണം എൻ്റെ അമ്മയെ മാത്രമേ ഞാൻ അമ്മയായിട്ട് കാണത്തുള്ളൂ, ബാക്കിയുള്ളവർ വഴിയെ പോകുന്നവരെയൊന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങ് എടുക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ എടുക്കണ്ട. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൊച്ചിനെ എടുത്തോണ്ട്, അങ്ങനെ നമുക്ക് മലയാളികൾക്ക് ചിലവരിത് മനസ്സിൽ ചിന്തിക്കുമെങ്കിൽ പോലും അതൊരു പബ്ലിക്കിൽ വന്ന് പറയാൻ മടിക്കും അല്ലേ. ചിലവർ ഇത് മനസ്സിൽ ചിന്തിക്കുമായിരിക്കും, എൻ്റെ കൊച്ചിനെ അവർക്ക് കൊടുക്കണ്ടെങ്കിൽ പറഞ്ഞാലും അവർ അത് പബ്ലിക്കലി വന്ന് പറയത്തില്ല. കാരണം നമുക്കറിയാം അത് ആരെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ. പക്ഷെ ദിയ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിൽ തോന്നിയാലും അപ്പം തന്നെ പറയുന്ന ഒരു ആളാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പോൾ പേളിമണി എയറിലായേക്കാളും ലൈക്ക് നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദിയ ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും ദിയയുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറയുകയോ അല്ലെങ്കിൽ വ്യൂസ് കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പേളിമണിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളിമണിയുടെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ പേളിമണി സെലക്ട് ചെയ്തൊരു സ്ട്രാറ്റജി, ഫേക്ക് പേഴ്സൺ എന്നൊന്നും ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ കാണിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. അവർ യൂട്യൂബിലെടുത്ത ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പം നമ്മൾ അഹാന കൃഷ്ണനെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ എങ്ങനെയായിരിക്കും, ഫിൽറ്റേർഡ് ആണ്. പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. ദിയ എന്ന് പറയുന്നത് അങ്ങനെയല്ല, എന്താണോ എടുക്കുന്നു അത് റോ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ആളാണ്. അപ്പം അങ്ങനെ പലവർക്കും പല സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ പല സ്റ്റൈലുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേളി എടുത്തിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്ന എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ എത്ര അപ്ഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ത്രീ വന്നിട്ട് കുലസ്ത്രീത്വം കാണിക്കുമ്പോൾ, അതായത് എന്താ പറയുക, രാവിലെ എണീക്കുക, ഭർത്താവിന് ചായ കൊടുക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുക. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം വെയിറ്റ് ചെയ്തിട്ട് കുഞ്ഞുണ്ടാകുന്നേക്കാളും നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ലൈഫൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 5 വർഷം വെയിറ്റ് ചെയ്ത് കുഞ്ഞുണ്ടാവുന്നവരെക്കാളും സപ്പോർട്ടായിരിക്കും കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞുണ്ടാവുക. പേളിമണിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സെലിബ്രിറ്റിയാണ്. സോ കല്യാണം കഴിഞ്ഞപ്പോഴേ മൂത്ത കുഞ്ഞുണ്ടായി, അത് കഴിഞ്ഞാൽ അത്രയും താമസിക്കാതെ തന്നെ അടുത്ത കുഞ്ഞുണ്ടായി. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ സെലിബ്രിറ്റി അല്ലേ, സ്വന്തം സൗന്ദര്യം പോലും ചിന്തിക്കാതെ 2 കുട്ടികൾ ഉണ്ടായി, അതുപോലെ തന്നെ അമ്മായിയമ്മേനെ നോക്കുന്നു, പിന്നെ ഭർത്താവിനെ അത്ര നോക്കുന്നു, എപ്പോഴും ശ്രീനീഷ് എന്ന് പറയുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം എപ്പോഴും പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. അപ്പം എവിടെയാണെങ്കിലും നമ്മുടെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു ബേസിക്സ് ആണ് മലയാളികളുടെ. എവിടെ കുലസ്ത്രീ ആയിട്ട് അഭിനയിച്ചാലും അവിടെ പോയിട്ട് ലൈക്ക് കൊടുക്കുക. കാരണം ഇപ്പോൾ കല്യാണത്തിനൊക്കെ നമുക്കറിയാം, ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞാൽ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര റീച്ച് കൂടും. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ദിയെപ്പോലെ 2 എണ്ണമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് റീച്ച് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന വ്യൂസ് ലൈക്സ് ഒക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളതായിരിക്കും, ലൈക്സും ഒക്കെ ഭയങ്കര കുറവായിരിക്കും, നെഗറ്റീവിലൂടെ ആയിരിക്കും ആ വീഡിയോ ചിലപ്പോൾ കയറിപ്പോകുന്നത്. സോ ഇവിടെ പേളിമണി അങ്ങനെ കരഞ്ഞതും, അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് 2 മാല വാങ്ങിച്ചു കൊടുക്കുന്നതും കരയുന്നതും ഒക്കെ കണ്ടപ്പോൾ മലയാളികളുടെ മനസ്സ് ഇതായിപ്പോയി. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരി സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി പെട്ടെന്ന് വന്നിട്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം അവരുടെ അടുത്തു നിന്ന് വന്നപ്പോൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയധികം, അതായത് പേളിമണി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പറയില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കത്തില്ല, അവർ അങ്ങനെയുള്ളൊരു സ്ത്രീ അല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയധികം ഹേറ്റേഴ്സ് വന്നു, അല്ലെങ്കിൽ അത്രയധികം വ്യൂസ് കുറയുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഫേസ് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ക്യാരക്ടർ കാണിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എവിടെയും ആക്ട് ചെയ്ത് നിൽക്കേണ്ടി വരത്തില്ല. ആ ഒരു റിയൽ ക്യാരക്ടറിനെ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും വന്നാലും എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ അവർ, അവൾ അങ്ങനെയാണ്, അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഫേക്ക് ആയിട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ തിരിച്ചടി അല്ലെങ്കിൽ ആ റെസ്പോൺസ് എന്ന് പറയുമ്പം വളരെ അധികമായിരിക്കും. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വ്യൂസ് കൊണ്ടിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ടും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ വരുമ്പോൾ ഇത് കാണാം, അങ്ങനെ ഒരു ഇത് നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ ഇനിയാണെങ്കിലും യൂട്യൂബിൽ വരുന്നവർക്കാണെങ്കിലും എനിക്കൊരു ഇത് പറയാം, നിങ്ങൾ റിയൽ ഫേസ് കാണിക്കുക, അല്ലെങ്കിൽ റിയൽ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ആക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്യാരക്ടർ നമ്മൾ വെളിയിൽ
വെളിയിൽ വരും. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഹെയ്റ്റ്സും കാര്യങ്ങളും ഒക്കെ പേളിമണിക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം പേളിമണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കിട്ടുന്ന വ്യൂസിന് 87K കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മളൊക്കെ വിചാരിക്കും ഈ യൂട്യൂബിലൊക്കെ ഭയങ്കര റീച്ചും കാര്യങ്ങളും ഉള്ള അവർക്കൊക്കെ എന്ത് സുഖമാണ്, കുറേ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കുക, ഷൂട്ട് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. നമ്മളെപ്പോലെ രാവിലെ ഒരുങ്ങി കെട്ടി ജോലിക്ക് പോയി അവിടെ പോയി വന്ന് അങ്ങനെയൊക്കെ ഇല്ലല്ലോ. അവർക്ക് എന്താണോ എടുത്തത് അങ്ങനെ ഇട്ടാൽ പോരാ. അങ്ങനെയല്ല, പല കാര്യങ്ങളും ശ്രദ്ധിക്കുക, അത് എഡിറ്റ് ചെയ്യുക, കോണ്ടന്റ് ഉണ്ടാക്കുക, അതൊക്കെ ഭയങ്കര ഇതാണ്. അതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിടുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടിയില്ല, നമുക്ക് ഉറക്കം പോലും കിട്ടത്തില്ല. കാരണം നമ്മൾ ഇത്രയധികം ഇട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇനിയിപ്പം ഈവൻ അത് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണെങ്കിൽ നമുക്ക് അയ്യോ വ്യൂ കിട്ടത്തില്ല, ഇനി കിട്ടുമോ, ഇനി ആൾക്കാർ കാണുമോ, എന്താണ് കാണാത്തത്. നമ്മൾ അത്ര ഫുൾ ടൈം നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഓരോ യൂട്യൂബ് വീഡിയോസും ഓരോ ആൾക്കാരും എടുക്കുന്നത്. കാരണം എൻ്റെ ഈ ഒരു ചെറിയ ചാനലാണെങ്കിൽ പോലും ഞാനിതിൽ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അത്രയധികം സ്ട്രെസ് ഞാനും എൻ്റെ ഹസ്ബൻഡും എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഷോർട്സും അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത്രയധികം സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞ് സങ്കടപ്പെടുന്ന ദിവസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത് അയ്യോ എന്നാ കിട്ടാത്ത ദൈവമേ കിട്ടണേ, ലൈക്ക് ഇതൊക്കെ ഒരു ലക്കിൻ്റെ ഒരു ഇതാണ്. കാരണം ഒരു ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷെ ആദ്യമൊക്കെ നമുക്ക് ലക്കും അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇവിടെ യൂട്യൂബിൽ വളർന്നു വന്നവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ എന്തായാലും അവർക്ക് അവരുടെ വ്യൂസ് തിരിച്ച് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം അവർ ഓരോ വീഡിയോസ് കണ്ടാലും നമുക്കറിയാം അത്രയധികം എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവർ വീഡിയോസൊക്കെ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പോൾ പേളിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര കരഞ്ഞ് വിഷമിച്ച് അങ്ങനത്തെ ഒക്കെ ഒരു, അതായത് സ്വന്തമായിട്ടൊരു സോളോ ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പം അവിടെ കാണാൻ പറ്റുമോ, പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരു ഇമോഷൻ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ് ഡ്രാമ ക്യൂൻ, പേളിമണീനെ അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. പല നെഗറ്റീവ് കമൻസുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനു മുന്നേ പേളിമണി കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇമോഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ ഭയങ്കര വ്യൂസാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെടുത്ത് ഈ ഒരു സ്ട്രാറ്റജി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മേ ബി ഇവർക്ക് ലൈക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി അത് ചിലപ്പോൾ ഫേക്ക് ആണെന്നും ഡ്രാമയാണെന്നും ഒക്കെ പറയാനായിട്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സോ എനിക്ക് ഇനി പറയാനുള്ളത്, നിങ്ങളാണെങ്കിൽ പോലും വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ പോലും നമ്മൾ റിയൽ ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് എപ്പോഴും ആക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് നിൽക്കേണ്ട കാര്യം വരത്തില്ല. പിന്നെ നമുക്കറിയാത്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക. ഇവിടെ പേളിമണി 2 വെള്ളത്തിലും കാല് ചവിട്ടി നിന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയത്. ആൻഡ് ഓൾസോ എനിക്ക് അത്രയധികം ഹെയ്റ്റ് തോന്നിയെന്താണെന്ന് വെച്ചാൽ, ഫെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് പുള്ളിക്കാരി പറഞ്ഞതിനോട് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയാത്തത്. സോ എന്തായാലും അവർക്ക് അവരുടെ വ്യൂസൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഒരു ഫീൽഡിൽ ഞാനും നിൽക്കുന്നതാണ്. ഓരോ വീഡിയോയുടെയും എഫേർട്ട് എത്രയധികമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും. ഇറ്റ്സ് മീ ചന്ദ്ര സൈനിങ് ഓഫ്. ബൈ ഗൈസ്.